ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് USS എക്സാമിനേഷന് വേണ്ടിയിട്ട് മാത്സിൻ്റെ തേർഡ് ചാപ്റ്ററായ ഡെസിമൽ മെത്തേഡ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ആദ്യത്തെ 2 ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇത് നമ്മുടെ തേർഡ് ചാപ്റ്ററാണ് ഡെസിമൽ മെത്തേഡ്സ്. അതിൻ്റെ പാർട്ട് 1 ആണിത്. നോക്കിയേ, ഡെസിമൽ മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ഡെസിമൽസ് നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ എല്ലാ ക്ലാസ്സിലും പഠിച്ചിട്ടുണ്ടാവും. ഈ വർഷവും നിങ്ങൾക്ക് പഠിക്കാനുണ്ട് എന്താണ് ഡെസിമൽ മെത്തേഡ്സ് എന്നൊരു ചാപ്റ്റർ തന്നെയുണ്ട്. വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്. നമ്മൾ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ നമ്മുടെ ഡെസിമൽ പോയിന്റ് എവിടെ ഇടണമെന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ചാപ്റ്റർ, എന്തൊക്കെയുണ്ട് ഈ ചാപ്റ്ററിൽ നമുക്ക് നോക്കാം. നോക്കി, ആദ്യം തന്നെ ഡെസിമൽ മെത്തേഡ്സ്. ഡെസിമൽ കംസ് ഫ്രം ലാറ്റിൻ വേർഡ് ഡെസിമസ് മീനിങ് 10 ഫ്രം ദ റൂട്ട് വേർഡ് ഡെസം ഓർ 10. അതായത് ഡെസിമൽ എന്ന് പറയുന്ന വേർഡ് ഏത് വാക്കിൽ നിന്നാണ് വന്നിരിക്കുന്നത്? ഒരു ലാറ്റിൻ വേർഡായ ഡെസിമസ് എന്ന വേർഡിൽ നിന്നാണ് ഡെസിമൽ എന്ന വേർഡ് വന്നിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? 10th എന്നാണ് അർത്ഥം. ഫ്രം ദ റൂട്ട് വേർഡ് എന്തായിരുന്നു? ഡെസം അല്ലെങ്കിൽ 10 എന്ന് പറയും. ഈ റൂട്ട് വേർഡിൽ നിന്നാണ് ഡെസിമൽ എന്ന് പറയുന്ന വാക്ക് വന്നിരിക്കുന്നത്. ജസ്റ്റ് ഒരു അറിവിന് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അടുത്ത നോക്കാം. നോക്കി, എനി ഡെസിമൽ നമ്പർ ക്യാൻ ബി റിട്ടൺ ആസ് ഫ്രാക്ഷൻ വിത്ത് ഡിനോമിനേറ്റേഴ്സ് 10, 100, 1000 എക്സെട്ര. അതായത് ഏതൊരു ഡെസിമൽ നമ്പർ എന്താ? ഇപ്പോൾ 2.5, 65.3 ഇതൊക്കെയാണല്ലോ ഡെസിമൽ നമ്പേഴ്സ്. ഏതൊരു ഡെസിമൽ നമ്പർ ആയാലും അതിനെ ഒരു ഫ്രാക്ഷൻ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഫ്രാക്ഷൻസ് നമ്മൾ പഠിച്ചിരുന്നു ആദ്യ ക്ലാസ്സിൽ. ഫ്രാക്ഷൻ എന്താ? ഭിന്നസംഖ്യകൾ, ഫ്രാക്ഷൻസ്. അതിനെ ഒരു ഫ്രാക്ഷൻ ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. എങ്ങനെ? അതിൻ്റെ ഡിനോമിനേറ്റേഴ്സ് എന്തായിരിക്കും? 10 ആവാം, 100 ആവാം, 1000 ആവാം, അല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം. അപ്പം നോക്കിക്കേ, ഏതെങ്കിലും ഒരു ഏത് ഡെസിമൽ നമ്പർ ആയാലും അതിനെ ഒരു ഫ്രാക്ഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഡിനോമിനേറ്റേഴ്സ് എന്തൊക്കെയായിരിക്കും? അപ്പോൾ അങ്ങനെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഒന്നിലെ 10 ആവാം, 100, 1000 എക്സെട്ര, പിന്നെ 10,000 അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഒരു ഡെസിമൽ നമ്പറിനെ ഫ്രാക്ഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നതെന്ന്. ദേ നോക്കിക്കേ, 5.8 എന്ന് പറയുന്നത് ഇതൊരു ഡെസിമൽ നമ്പർ അല്ലേ? 5.8 എന്ന് പറഞ്ഞാൽ അതൊരു ഡെസിമൽ നമ്പറാണ്. ആ ഡെസിമൽ നമ്പറിനെ നമ്മൾ എങ്ങനെയാണ് ഫ്രാക്ഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്തത്? 5.8നെ നമ്മൾ 58/10 എന്ന് എഴുതി. എങ്ങനെയാണത്? നോക്കി, 5.8 എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഡിജിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സൈഡിൽ നിന്ന്, നമ്മൾ റൈറ്റ് സൈഡിൽ നോക്കുമ്പോൾ ഒരു ഡിജിറ്റ് കഴിഞ്ഞിട്ടല്ലേ പോയിന്റ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഒരു 0 ഉള്ള നമ്പർ ആയിരിക്കും താഴെ എഴുതുന്നത്, അതായത് 10. അതായത് ഇവിടെ നമ്മൾ പോയിന്റ് ഇടാതെ, ഡെസിമൽ നമ്പറിനെ പോയിന്റ് ഇടാതെ എന്ന് ഓർത്ത് നോക്കിയേ, 58 അല്ലേ? 58ൽ ഒരു ഡിജിറ്റ് റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ഡിജിറ്റ് കഴിഞ്ഞ് പോയിന്റ് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 58നെ ഒരു 0 ഉള്ള നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം, അതായത് 10. അടുത്തൊന്ന് നോക്കിക്കേ, അടുത്ത് പറയുമ്പോൾ മനസ്സിലാവും. 7.31നെ നമ്മൾ ഡെസിമൽ ഇല്ലാതെ എഴുതിക്കേ, 731 ബൈ താഴെ എത്ര വരും നമുക്ക് എങ്ങനെ മനസ്സിലായി? ഇവിടെ എത്ര നമ്പർ കഴിഞ്ഞിട്ടാണ് പോയിന്റ് വന്നിരിക്കുന്നത്? 1, 2. 2 നമ്പേഴ്സ് കഴിഞ്ഞിട്ടല്ലേ ഇവിടെ പോയിന്റ് വന്നിരിക്കുന്നത്. അപ്പം 2 0 ഉള്ള ഡിജിറ്റ് വേണം താഴെ എഴുതാൻ, അതായത് 100. മനസ്സിലായില്ലേ? 7.31 എങ്ങനെ എഴുതും? 731/100 എന്ന് എഴുതും. അടുത്ത നോക്കിയേ, 2.064. ഡെസിമൽ പോയിന്റ് ഇടാതെ എഴുതിക്കേ, 2064 ബൈ എത്രയാണ് വരിക? എങ്ങനെ വരും? താഴെ ഡിനോമിനേറ്റർ ഏതാ വരിക? 0 ഉണ്ട്, 6 ഉണ്ട്, 4 ഉണ്ട്, അതായത് 1, 2, 3. 3 നമ്പർ കഴിഞ്ഞിട്ടാണ്, റൈറ്റ് സൈഡിൽ നിന്ന് 3 ഡിജിറ്റ്സ് കഴിഞ്ഞിട്ടാണ് പോയിന്റ് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ 3 0 ഉള്ള നമ്പർ വേണം താഴെ എഴുതാൻ, അതായത് 1000. മനസ്സിലായില്ലേ? കുറച്ച് എക്സാമ്പിൾ ചെയ്യാം നമുക്ക്. നോക്ക്, 3.2 എങ്ങനെ എഴുതും? 32 ബൈ എന്തെഴുതും? 32 എങ്ങനെയാണെന്ന് മനസ്സിലായില്ലേ? നമ്മൾ ജസ്റ്റ് ഡെസിമൽ പോയിന്റ് ഇടാതെ എഴുതുക. 32 ബൈ എത്ര വരും? 10. എങ്ങനെയാണ് 10 വന്നത്? നോക്ക്, ഇവിടെ ഒരു ഡിജിറ്റ് കഴിഞ്ഞിട്ടല്ലേ ഡെസിമൽ പോയിന്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു 0 ഉള്ള നമ്പർ എഴുതും. അടുത്ത ചോദിക്കട്ടെ, 7.35 എങ്ങനെ എഴുതും? 735/100. മനസ്സിലായില്ലേ? ഇവിടെ 2 ഡിജിറ്റ് കഴിഞ്ഞിട്ടല്ലേ പോയിന്റ് വന്നിരിക്കുന്നത്. അപ്പോൾ 2 0 ഉള്ള നമ്പർ എഴുതും. അടുത്ത നോക്കിക്കേ, 6.05 എങ്ങനെ എഴുതും? 605/100. 2 ഡിജിറ്റ് കഴിഞ്ഞിട്ടല്ലേ പോയിന്റ്, അപ്പോൾ 2 0 ഉള്ള നമ്പർ താഴെ എഴുതും. അപ്പോൾ ഡിനോമിനേറ്റേഴ്സ് എങ്ങനെയായിരിക്കും? 10, 100 അല്ലെങ്കിൽ 1000 അല്ലെങ്കിൽ അങ്ങനെ പോകും. അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഏതൊരു ഡെസിമൽ നമ്പറിനെയും നമുക്കൊരു ഫ്രാക്ഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതായത് 2.5 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിനെ ഫ്രാക്ഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുമ്പോൾ 25/10 വരും.
ഇപ്പൊ നമ്മൾ ഫ്രാക്ഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്തില്ലേ, ദേ ഇത് കഴിഞ്ഞു. വിത്ത് ഡിനോമിനേറ്റേഴ്സ് 10, 100, 1000 എക്സെട്ര. ഇപ്പൊ നമ്മൾ ഏതാ ഇവിടെ ഡിനോമിനേറ്റർ എടുത്തേ? 10 അല്ലേ എടുത്തത്. അപ്പൊ 10 ആവാം, 100 ആവാം, 1000 ആവാം. ഇങ്ങനെ ഏതൊരു നമ്പർ വെച്ചും ഒരു ഫ്രാക്ഷൻ ഫോമിൽ ഒരു ഡെസിമലിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. മനസ്സിലായില്ല അത് എങ്ങനെയാന്ന്? ഇനി അടുത്തത് നോക്കാം. നോക്കി, ഫ്രാക്ഷൻസ് വിത്ത് ഡിനോമിനേറ്റേഴ്സ് 10, 100, 1000 എക്സെട്ര ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ഡെസിമൽ ഫോംസ്. അതായത് അതിൻ്റെ തന്നെ നേരെ ഓപ്പോസിറ്റ് 10, 100 അല്ലെങ്കിൽ 1000 ഡിനോമിനേറ്റേഴ്സ് ഉള്ള ഫ്രാക്ഷനെ നമുക്ക് ഡെസിമൽ ഫോമിൽ, ഏത് ഫോമിലാണ്? ഡെസിമൽ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അതെങ്ങനെയാന്ന് നോക്കാം. ദേ നോക്കിക്കേ, ഇതെന്ത് ഫ്രാക്ഷൻ? ഈ ഫ്രാക്ഷൻ എന്താ? ഡിനോമിനേറ്റർ 10. ഇതിനെ എങ്ങനെ ഡെസിമൽ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? എന്താ ഞാൻ അവിടെ എഴുതിയിരിക്കുന്നത്? 751/10. നോക്കിയേ, നമ്മൾ ആദ്യം ഡെസിമൽ ഇടാതെ അങ്ങ് എഴുത്, 751 എന്ന് എഴുതി. എന്നിട്ട് 10ന് എത്ര സീറോ ഉണ്ട്? ഒരു സീറോ. അപ്പം ഒരു ഡിജിറ്റ് മാറ്റി ഡെസിമൽ നമ്പർ ഇട്ടു, 75.1. മനസ്സിലായില്ലേ? അടുത്ത എക്സാമ്പിൾ നോക്കിയേ, 751/100. 751/100 നമ്മൾ ഡെസിമൽ പോയിന്റ് ഇടാതെ തന്നെ നമ്മൾ എടുത്ത് എഴുതി 751 എന്ന്. എന്നിട്ട് നോക്കിയേ, എത്ര സീറോ ഉണ്ട് 100ന്? 2 സീറോസ് ഇല്ലേ? അപ്പം നമ്മൾ റൈറ്റ് സൈഡിൽ നിന്ന് 2 ഡിജിറ്റ് 1, 2 മാറ്റി ഇവിടെ പോയിന്റ് ഇട്ടു, ഡെസിമൽ പോയിന്റ്. അപ്പം 7.51 എന്ന് വന്നു. അടുത്ത നോക്കിയേ, അടുത്ത എങ്ങനെ വരും? 751/1000. എങ്ങനെ വന്നു? നമ്മൾ 751 പോയിന്റ് ഇടാതെ അങ്ങ് എഴുതി. ഇനി 1000ന് എത്ര സീറോ ഉണ്ട്? 1, 2, 3, 3 സീറോ ഇല്ലേ? അപ്പം 3 ഡിജിറ്റ് 1, 2, 3 മാറ്റി നമ്മൾ ഡെസിമൽ പോയിന്റ് ഇട്ടു. ഇനി ഇപ്പുറത്ത് നമുക്ക് വേറെ ഡിജിറ്റ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒരു സീറോയും കൂടി ഇട്ട് കൊടുത്തു, 0.751. അപ്പം മനസ്സിലായില്ലേ എങ്ങനെയാണ് ഒരു ഫ്രാക്ഷനെ ഡെസിമൽ ഫോമിൽ എക്സ്പ്രസ് ചെയ്യുന്നതെന്ന്? അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഫ്രാക്ഷൻ വിത്ത് ഡിനോമിനേറ്റേഴ്സ് 10, 100 or 1000. 10, 100, 1000 എക്സെട്ര. അതുപോലെ 1ഉം 0സും മാത്രമേ വരുള്ളൂ. അങ്ങനെയുള്ള നമ്പേഴ്സ്, ഡിനോമിനേറ്റേഴ്സ് ആയിട്ടുള്ള ഫ്രാക്ഷൻസ്, അതിനെ നമുക്ക് ഡെസിമൽ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. നോക്ക്, വേറെ എക്സാമ്പിൾ പറയട്ടെ. 25/10 എങ്ങനെ വരും? നമ്മൾ ആദ്യം പോയിന്റ് ഇടാതെ എഴുതി. ഇനി 10ന് എത്ര സീറോ ഉണ്ട്? ഒരു സീറോ. അപ്പോൾ റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ഡിജിറ്റ് കഴിഞ്ഞ് നമ്മൾ പോയിന്റ് ഇടുന്നു. അടുത്ത നോക്കിയേ, ഇത് തന്നെ 25/100 ആണ്. എന്ത് ചെയ്യും? ആദ്യം നമ്മൾ പോയിന്റ് ഇടാതെ 25 എഴുതി. എന്നിട്ട് 100ന് എത്ര സീറോ ഉണ്ട്? 2 സീറോ. അപ്പോൾ 2 ഡിജിറ്റ് കഴിഞ്ഞ് പോയിന്റ് ഇട്ടു. ഇപ്പുറത്ത് വേറെ ഡിജിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു സീറോയും കൂടി ഇട്ട് കൊടുക്കും, 0.25 ആവും. മനസ്സിലായോ? അടുത്ത നോക്കാം. നമുക്ക് ഇനി ഇതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ദേ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് ആദ്യത്തെ. നോക്ക്, എ ബാഗ് ഹോൾഡ്സ് 4.75 കിലോഗ്രാം ഓഫ് റൈസ്. ഒരു ബാഗിൽ 4.75 kg ഓഫ് റൈസ് ഉണ്ട്. 4.75 കിലോഗ്രാം ചോറ്, അരി റൈസ് ഉണ്ട്. അപ്പം ഹൗ മച്ച് റൈസ് ക്യാൻ 8 സച്ച് ബാഗ്സ് ഹോൾഡ്? അങ്ങനെയാണെങ്കിൽ ഒരെണ്ണത്തിൽ 4.75 ഉണ്ടെങ്കിൽ 8 ബാഗ്സിൽ എത്ര കൊള്ളുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 8 ബാഗിൽ എത്ര എണ്ണം കൊള്ളുമെന്ന്. അപ്പം ഒരെണ്ണത്തിൽ 4.75 അല്ലേ ഉള്ളത്. അപ്പം 8 എണ്ണത്തിൽ എങ്ങനെയാ? ഇൻറ്റു 8 അല്ലേ ചെയ്യേണ്ടത്? നോക്ക്, 4.75 × 8. നമ്മൾ എങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യും? നോക്കിക്കേ, നമ്മൾ ആദ്യം പോയിന്റ് ഇടാതെ എടുക്കണം. 475 × 8 ചെയ്യണം. 475 × 8 ചെയ്ത് എല്ലാവരും 475. അത് നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? പോയിന്റ് ഇടാതെ നമ്മൾ എടുത്തു. 475 × 8 ചെയ്തോ എല്ലാവരും? നോക്കിയേ, ചെയ്തപ്പോൾ എത്ര കിട്ടി? 3800 വന്നില്ലേ? 3800 വന്നു. ഇനി നോക്കിക്കേ എങ്ങനെയാ സീറോ പോയിന്റ് ഇടുന്നതെന്ന്. നോക്ക്, നമ്മൾ എന്താ ചെയ്തത്? 4.75 × 8 ആണ് നമ്മൾ ചെയ്തത്. നോക്കേ, ഈ 8 എന്ന് പറയുന്ന നമ്പറിൽ എവിടെയെങ്കിലും ഡെസിമൽ പോയിന്റ് ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ ഡെസിമൽ പോയിന്റ് ഒന്നും ഇല്ല. ഇത് നോക്കിയേ, 4.75 ഡെസിമൽ പോയിന്റ് ഉണ്ടോ? ഉണ്ട്. ഇവിടെ ഒരു ഡെസിമൽ പോയിന്റ് ഉണ്ട്. നമ്മൾ എപ്പോഴും റൈറ്റ് സൈഡിൽ നോക്കണം. റൈറ്റ് സൈഡിൽ നിന്ന് എത്ര നമ്പേഴ്സ് കഴിഞ്ഞിട്ടാണ് ഡെസിമൽ പോയിന്റ് വന്നിരിക്കുന്നത്? 1, 2. 2 നമ്പർ കഴിഞ്ഞിട്ടാണ് ഡെസിമൽ പോയിന്റ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പം നമുക്ക് കിട്ടിയ 3800 എന്ന ആൻസറിൽ റൈറ്റ് സൈഡിൽ നിന്ന് 2 നമ്പർ കഴിഞ്ഞ് നമ്മൾ ഡെസിമൽ പോയിന്റ് ഇടുന്നു. നോക്കുക, 1, 2 കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഒരു ഡെസിമൽ പോയിന്റ് ഇട്ടു. അതായത് 38.00. 38 kg വരും. 8 ബാഗിൽ എത്ര വരും? 38 kg. എങ്ങനെയാണ് 38 വന്നതെന്ന് മനസ്സിലായില്ലേ? ആദ്യം നമ്മൾ
4.75 ഇൻറ്റു 8 ആണ് ചെയ്യേണ്ടത്. 4.75 ഇൻറ്റു 8 ചെയ്തു. എങ്ങനെ ചെയ്തു? പോയിന്റ് ഇടാതെ 475 ഇൻറ്റു 8 ചെയ്തു. അപ്പോൾ നമുക്ക് എത്ര വന്നു? 3800. ആ 3800നെ നമ്മൾ നോക്കുന്നു, 8ൽ പോയിന്റ് ഉണ്ടോ? ഇല്ല. ഇവിടെ എത്ര നമ്പേഴ്സ് കഴിഞ്ഞിട്ടാ പോയിന്റ്? 2 നമ്പേഴ്സ്. നമ്മൾ എപ്പോഴും റൈറ്റ് സൈഡിൽ നോക്കണം. 1 2 2 നമ്പർ കഴിഞ്ഞിട്ടാണ് ഇവിടെ ഡെസിമൽ പോയിന്റ് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് കിട്ടിയ ആൻസർ ആയ 3800ലും 2 നമ്പർ കഴിഞ്ഞിട്ട് നമ്മൾ ഡെസിമൽ പോയിന്റ് ഇടുന്നു. അതായത് 1 2 കഴിഞ്ഞ് പോയിന്റ് ഇടുമ്പോൾ 38.00. അതായത് 38 kg റൈസ് ആണ് 8 ബാഗിലുള്ളത്. അടുത്തത് നോക്കാം. ഇതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് എ ഹെക്സഗൺ ഓഫ് സൈഡ് 2.35 മീറ്റർ. ഹെക്സഗൺ എന്താ? ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ 6 സൈഡ് വരും. അതായത് ഇങ്ങനെ ഇതാണ് ഹെക്സഗൺ. 1 2 3 4 5 6 സൈഡ്സ് വരുന്ന ഫിഗറാണ് ഹെക്സഗൺ. അപ്പോൾ ഹെക്സഗണിന് ഒരു സൈഡിന് 2.35 മീറ്റർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് ടോട്ടൽ പെരിമീറ്റർ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? 2.35 ഇൻറ്റു 6 സൈഡ്സ് അല്ലേ ഉള്ളത്. അപ്പം 2.35 ഇൻറ്റു 6 വന്നു. അതായത് നമ്മൾ പോയിന്റ് ഇടാതെ എഴുതിക്കേ, 235 ഇൻറ്റു 6 എന്ന് എഴുതി. 235 ഇൻറ്റു 6. മനസ്സിലായില്ല എങ്ങനെയാ വന്നതെന്ന്? ഇനി ഇതൊന്ന് ചെയ്തേ. 1410 വന്നില്ലേ? 1410 വന്നില്ലേ? നോക്ക്, 235 ഇൻറ്റു 6 ചെയ്യുമ്പോൾ 1410 വന്നു. നമ്മൾ എങ്ങനെയാണ് ചെയ്തേ? നമ്മൾ ഡെസിമൽ പോയിന്റ് ഇടാതെയാണ് മൾട്ടിപ്ലൈ ചെയ്തത്. ഇനി നോക്ക്, ഈ 6 ഡെസിമൽ പോയിന്റ് ഉണ്ടോ? ഇല്ല. ഈ 2.35 ഡെസിമൽ പോയിന്റ് ഉണ്ടോ? ഉണ്ട്. ദേ ഇവിടെ എത്ര നമ്പർ കഴിഞ്ഞിട്ടാണ് റൈറ്റ് സൈഡിൽ നിന്ന്? 2 നമ്പർ കഴിഞ്ഞിട്ട്. അപ്പോൾ 2 നമ്പർ കഴിഞ്ഞിട്ട് ഡെസിമൽ പോയിന്റ് വരും. അപ്പം 1410 എന്ന് പറയുന്ന നമ്മുടെ ആൻസറിൽ 2 നമ്പർ കഴിഞ്ഞിട്ട് ഡെസിമൽ പോയിന്റ് ഇട്ടേ റൈറ്റ് സൈഡിൽ നിന്ന്. 1 ഇത് 1 ഫസ്റ്റ് നമ്പർ, ഇത് സെക്കൻഡ് നമ്പർ കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഡെസിമൽ പോയിന്റ് ഇട്ടു. 14.10 മീറ്റർ വരും നമ്മുടെ ആൻസർ. അതായത് 2.35 മീറ്റർ ആണ് ഒരു സൈഡിൻ്റെ നീളം. അതായത് അതിൻ്റെ ഒരു പെരിമീറ്ററാണ് ചോദിച്ചിരിക്കുന്നത്, ടോട്ടൽ പെരിമീറ്ററാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു സൈഡ് 2.35 മീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഹെക്സഗണിന് എത്ര സൈഡ്സ് ഉണ്ട്? 6 സൈഡ്സ്. അപ്പം 1410 വരും നമ്മൾ എന്ത് ചെയ്യുമ്പോൾ? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. അപ്പം നമ്മൾ പോയിന്റ് ഇടാതെയല്ലേ മൾട്ടിപ്ലൈ ചെയ്തേ, പിന്നെ നമ്മൾ പോയിന്റ് ഇടണം. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത 2 നമ്പേഴ്സിൽ എത്ര നമ്പർ കഴിഞ്ഞിട്ടാണ് പോയിന്റ് എന്ന് നോക്കണം. അതായത് ഇവിടെ പോയിന്റ് ഒന്നും ഇല്ല. ഇവിടെ നമ്മുടെ 2 ഡിജിറ്റ് കഴിഞ്ഞിട്ടാണ് പോയിന്റ് വന്നിരിക്കുന്നത്. അപ്പോൾ 2 ഡിജിറ്റ്. അപ്പം ആ 1410 2 ഡിജിറ്റ് കഴിഞ്ഞ് നമ്മൾ പോയിന്റ് ഇട്ടു ഇവിടെ. അതായത് 14.10 മീറ്റർ വരും ഈ ഹെക്സഗണിൻ്റെ പെരിമീറ്റർ. അടുത്തത് നോക്കാം. നോക്കി, 1.45 മീറ്റർ ക്ലോത്ത് ഈസ് നീഡഡ് ടു സ്റ്റിച്ച് എ ഷർട്ട്. ഒരു ഷർട്ട് തയ്ക്കാൻ എത്ര വേണം? 1.45 മീറ്റർ. ഹൗ മച്ച് ക്ലോത്ത് ഈസ് നീഡഡ് ഫോർ 4 ഷർട്ട്സ്? എളുപ്പമല്ലേ? 1.45 മീറ്റർ വേണം ഒരു ഷർട്ടിന്. അങ്ങനെയാണെങ്കിൽ 4 ഷർട്ടിന് ചെയ്യാൻ 1.45 ഇൻറ്റു 4. അത് നമ്മളെങ്ങനെ ചെയ്യും? പോയിന്റ് ഇടാതെ 145 ഇൻറ്റു 4 ആദ്യം ചെയ്യും. എല്ലാവരും ചെയ്തേ. 145 ഇൻറ്റു 4 580 വന്നില്ല ആൻസർ. ഈ 580 ആണ് നമ്മൾ 145 ഇൻറ്റു 4 ചെയ്യുമ്പോൾ വരുന്നത്. നമ്മൾ പോയിന്റ് ഇട്ടിട്ടാണോ മൾട്ടിപ്ലൈ ചെയ്തേ? അല്ല. അപ്പോൾ നമ്മൾ നോക്കിയേ, ഇവിടെ എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ? ഡെസിമൽ പോയിന്റ്സ് ഒന്നും ഇല്ല. ഇവിടെ ഉണ്ടോ? 1.45 ഉണ്ട്. എത്ര നമ്പർ കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിൽ നിന്ന്? 1 2 2 നമ്പർ കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾക്ക് കിട്ടിയ ആൻസറിനും 2 നമ്പർ കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുന്നു. അതായത് 1 2 ഇവിടെ പോയിന്റ് ഇടും. 5.80 മീറ്റർ വരും. നോക്കിക്കേ, 5.80 മീറ്റർ വരും നമുക്ക് ടോട്ടൽ ക്ലോത്ത്. എത്ര ഷർട്ട് തയ്ക്കാൻ? 4 ഷർട്ട്സ് തയ്ക്കാനായിട്ട്. മനസ്സിലായില്ലേ? നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ തന്നെ ഒരു ചോദ്യമാണ്. അടുത്തത് നോക്കാം. നോക്കിക്കോ. എ വെസൽ ഓഫ് ഓയിൽ ഈസ് യൂസ്ഡ് ടു ഫിൽ 6 ബോട്ടിൽസ്. ഒരു വെസൽ ഓയിൽ എന്ന് പറഞ്ഞാൽ എണ്ണ, ഒരു വെസലിലുള്ള എണ്ണ എന്ന് പറഞ്ഞാൽ 6 ബോട്ടിൽ നിറയ്ക്കാനാണ് ഉപയോഗിക്കുന്നത്. ഈച്ച് ബോട്ടിൽ ഹോൾഡ്സ് 0.75 ലിറ്റേഴ്സ്. ഓരോ ബോട്ടിലും 0.75 ലിറ്റർ ആണ് നമ്മൾ നിറയ്ക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് ഓയിൽ വാസ് ദെയർ ഇൻ ദ വെസൽ? ടോട്ടൽ ആ വെസലിൽ എത്ര ഓയിൽ ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ബോട്ടിൽ എത്രയാ? 0.75 ഇൻറ്റു എത്ര ബോട്ടിൽ കൊള്ളും? 6 ബോട്ടിൽ. എളുപ്പമല്ലേ? എങ്ങനെ ചെയ്യും? 75 ഇൻറ്റു 6 ചെയ്യും. എത്ര വരും? 75 ഇൻറ്റു 6 ചെയ്യുമ്പോൾ നോക്കിക്കേ, 450 വരും. അപ്പോൾ എത്ര വന്നു? 450 വന്നു. നമ്മൾ പോയിന്റ് ഇടാതെ ചെയ്തപ്പോൾ.
ഇനി നോക്കിക്കേ, ഇവിടെ എവിടെയെങ്കിലും ഡെസിമൽ പോയിന്റ് ഉണ്ടോ? ഇല്ല. ഇവിടെ ഡെസിമൽ പോയിന്റ് ഉണ്ടോ? ഉണ്ട്. എത്ര നമ്പർ കഴിഞ്ഞിട്ട്? 2 നമ്പർ കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ആൻസറിലും 1 2 2 ഡിജിറ്റ് അതിൻ്റെ ഇടുന്നു. 4.50 ലിറ്റേഴ്സ് വരുന്നു നമ്മുടെ ആൻസർ. മനസ്സിലായില്ലേ? ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ തന്നെ ഒരു ചോദ്യമാണ്. നമുക്ക് നോക്കാം ഇന്ന് എന്തൊക്കെയാ പഠിച്ചതെന്ന്. നോക്കൂ, ഡെസിമൽ മെത്തേഡ്സ് എന്ന് പറയുന്ന നമ്പറാണ് നമ്മളിന്ന് ചാപ്റ്ററാണ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ അതിൽ പഠിച്ചു, ഡെസിമൽ എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡായ ഡെസിമസ് എന്ന ലാറ്റിൻ വേർഡിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ 10th എന്നാണ് അർത്ഥം. ഫ്രം ദ റൂട്ട് വേർഡ് ഡെസിം ഓർ 10. നമുക്ക് ഏതൊരു ഡെസിമൽ നമ്പറും ഫ്രാക്ഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഡിനോമിനേറ്റർ എന്തായിരിക്കും? 10, 100, 1000 എക്സെട്ര ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു, ഏതൊരു ഫ്രാക്ഷൻ ഡിനോമിനേറ്റേഴ്സ് 10, 100, 1000 എക്സെട്ര അതുപോലെയുള്ള ഏതൊരു ഫ്രാക്ഷനെയും നമുക്ക് ഡെസിമൽ ഫോം ആയിട്ടും എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അടുത്ത നോക്കിയത് നമ്മൾ എക്സാമ്പിൾസ് നോക്കി. പിന്നെ നമ്മൾ നോക്കിയത് എന്താ? ഒരു ബാഗിൻ്റെ റൈസിൻ്റെ ക്വസ്റ്റ്യൻ. അതായത് 4.75 kg റൈസ് ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ 8 ബാഗ്സിൽ എത്ര ഉണ്ടാവുമെന്ന്. 4.75 × 8. ആദ്യം നമ്മൾ പോയിന്റ് ഇടാതെ, അല്ലെ ഡെസിമൽ പോയിന്റ് ഇടാതെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആൻസർ കിട്ടുന്നു. റൈറ്റ് സൈഡിൽ നിന്ന് എത്ര ഡെസിമൽ പോയിന്റ് ഉണ്ടോ അത്രയും കൗണ്ട് ചെയ്ത് നമ്മൾ ഡെസിമൽ പോയിന്റ് ഇടുന്നു. അതുപോലെ തന്നെയാണ് നമ്മൾ ഹെക്സഗൺ. ഹെക്സഗണിന് 6 സൈഡ്സ് ആണ് ഉള്ളത്. അടുത്തത് ക്ലോത്തിൻ്റെ ചെയ്തു, വെസലിൻ്റെയും ചെയ്തു. അപ്പോൾ എപ്പോഴും നമ്മൾ എങ്ങനെയാണ് അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഒരു പോയിന്റ് ഉള്ളൊരു നമ്പർ, ഒരു ഡെസിമൽ പോയിന്റ് ഉള്ളൊരു നമ്പരും ഒരു ഡെസിമൽ പോയിന്റ് ഇല്ലാത്തൊരു നമ്പരും. ഫോർ എക്സാമ്പിൾ 2.35 × 6 വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? 235 × 6 നമ്മൾ ആദ്യം ചെയ്യും. എന്നിട്ട് ആ കിട്ടിയ ആൻസറിൻ്റെ കൂടെ നമുക്ക് ഇവിടെ ഡെസിമൽ പോയിന്റ് ഉണ്ടോ? ഇല്ല. ഇവിടെ എത്ര എണ്ണം കഴിഞ്ഞിട്ടാ? 2 എണ്ണം കഴിഞ്ഞിട്ടാണ് ഡെസിമൽ പോയിന്റ്. അപ്പോൾ ആ കിട്ടിയ ആൻസറിൻ്റെ കൂടെ റൈറ്റ് സൈഡിൽ നിന്ന് 2 നമ്പർ കൗണ്ട് ചെയ്ത് നമ്മൾ ഡെസിമൽ പോയിന്റ് ഇടും. അത്രയും മാത്രമാണ് ഇപ്പോൾ നമുക്ക് പഠിക്കാനുള്ളത്. ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പം ഇത്രയും ചെയ്തത് മുഴുവൻ എല്ലാവരും നോട്ട്ബുക്കിൽ എഴുതി സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കണം. ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.